എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, അഫർമേഷൻസ് ചൊല്ലുന്നു, ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നില്ല? ചിലപ്പോൾ ഒരേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നമ്മളെ തേടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. പലരും കരുതും താൻ ചെയ്യുന്നതിൽ എന്തോ തെറ്റുണ്ട് എന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ചെറിയ കാര്യമാണ് ഇവിടെ തടസ്സം നിൽക്കുന്നത്. അത് എത്ര പേർക്കറിയാം? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ അദൃശ്യമായ തടസ്സത്തെക്കുറിച്ചാണ്. ഇത് മനസ്സിലാക്കി മാറ്റിയാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ 10 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ ഇന്ന് തിരുത്താൻ പോകുന്നത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് പാരഡൈം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിന് 2 ഭാഗങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? എനിക്ക് പണം വേണം, എനിക്ക് സമാധാനം വേണം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പണ്ടേ പതിഞ്ഞുപോയ ചില വിശ്വാസങ്ങളുണ്ട്. എന്തായിരിക്കും അത്? എനിക്കിതൊന്നും കിട്ടില്ല, ജീവിതം എപ്പോഴും കഷ്ടപ്പാടാണ്, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഇതെങ്ങനെയാണ് പതിഞ്ഞത്? നമ്മളെപ്പോഴൊക്കെയോ നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മളോട് തന്നെ പറഞ്ഞു പോയ, അറിവില്ലാത്ത സമയത്ത് നമ്മളോട് തന്നെ പറഞ്ഞു പോയ വാക്കുകളാണ് അവ, അല്ലേ? ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയാണ് പ്രവർത്തിക്കുന്നത്. പഴയ പ്രോഗ്രാം അവിടെ കിടക്കുമ്പോൾ പുതിയത് എത്ര തവണ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാലും അതങ്ങോട്ട് ശരിയാവില്ല. അതാണ് പ്രശ്നം. അതായത് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന രീതിയിൽ നമ്മൾ ഇതിനെ സമീപിക്കേണ്ടതുണ്ട്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ തടയുന്ന ആ അദൃശ്യമായിട്ടുള്ള ചുവരെന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ കൊടുത്തു വെച്ചേക്കുന്ന ചില പ്രോഗ്രാംസ്, അതിനെ നമ്മൾ മനസ്സിലാക്കുക, അതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റിയാലാണ് പുതിയ പ്രോഗ്രാം അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി ഇതെങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഞാനൊരു NLP പ്രാക്ടീഷണർ കൂടിയാണ്. ആ ഒരു നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് 3 സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് അവെയർനെസ് ആണ്. അതായത് ആദ്യം നിങ്ങളെ ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അത് ഏതാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈ ചിന്ത ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളെ കൊണ്ടുവരാൻ സാധ്യതയുള്ളതാണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ആദ്യം. സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിങ്ങനെ ഒരു ചിന്ത വരുന്നു, പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ കാട് കയറി നമ്മൾ പോകുന്നു. അതാണ് ചെയ്യുന്നത്, അല്ലേ? അതിന് പകരം അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ആ വന്നേക്കുന്ന ആൾ, അതായത് ആ വന്നേക്കുന്ന ചിന്ത അത് നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ കട്ട് ചെയ്യാൻ പഠിക്കണം. അതായത് ഈ ഒരു ചിന്തയോട് പറയാം, എനിക്കിപ്പോൾ തൽക്കാലം നിന്നെ എനിക്ക് വേണ്ട, നീ ഒന്ന് പോയിട്ട് പിന്നെ വാ എന്ന് പറഞ്ഞ് അതിനെ മനഃപൂർവ്വം നമ്മളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ആ ഒരു നെഗറ്റീവ് തോട്ടിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ? പകരം മറ്റൊരു പോസിറ്റീവ് തോട്ട് ആ സ്ഥാനത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ചിന്തകളെ നമ്മളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ്. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീലിംഗ് ആണ്. ഫീലിംഗ് ആണ് ഇതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. അതായത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അഫർമേഷൻ ആയിരിക്കാം, വിഷ്വലൈസേഷൻ ആയിരിക്കാം, എന്തായാലും ചെയ്യുന്ന സമയത്ത് പലരും വാചകങ്ങൾ മാത്രം ചൊല്ലും, അതിലൊരു വികാരവും ഉണ്ടാവില്ല. ആ ഒരു കാര്യം നടന്നു കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും ഉണ്ടാകുന്നത്? ആ വികാരം ആ നിമിഷം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് 1,00,000 രൂപയാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു വീടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാറാണ്. അതിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഫർമേഷൻ പറയുമ്പോൾ
യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് കിട്ടിയാൽ എങ്ങനെയായിരിക്കും അനുഭവപ്പെടുന്നത്? ആ ഒരു വികാരം അനുഭവിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് രാത്രിയിലെ ആ ഒരു ആക്ടിവിറ്റീസാണ്. അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സമയം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവാണ്. ആ സമയത്ത് പോസിറ്റീവ് അഫർമേഷൻസ് മാത്രം കേൾക്കുക. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ന്യൂസോ അല്ലെങ്കിൽ റീൽസോ ഒന്നും കാണാനായിട്ട് പോകാൻ പാടില്ല. ആ സമയം നിങ്ങളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്ന സമയമാണ്. ആ സമയം വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അവയെ നിങ്ങളുടെ മനസ്സിലേക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. അത് വിഷ്വലൈസേഷനായിട്ടാകാം, അഫർമേഷനായിട്ടാകാം, എങ്ങനെയാണോ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എങ്ങനെ സാധിക്കും അല്ലേ? ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് മാറ്റം വരുന്നില്ലല്ലോ എന്ന്. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണത്? കാരണം നിങ്ങൾ മാറ്റത്തിന് വേണ്ടി അമിതമായിട്ട് ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് ഇത് നടക്കുക എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഇല്ല എന്ന സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്. അതായത് നമ്മൾ എല്ലാ ദിവസവും ഇതൊക്കെ വളരെ കൃത്യതയോടെ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷേ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഇത് കിട്ടിയോ? കിട്ടിയില്ലല്ലോ, ഇനി എപ്പോഴാണ് കിട്ടുന്നത്? അപ്പോൾ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്താൽ പോലും പിന്നീടുള്ള നമ്മളുടെ ആക്ഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും എന്തില്ല, നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മളൊരു ചെടി വെച്ച് അതിന് വേര് വന്നിട്ട് വേര് മുളച്ചിങ്ങനെ വരുമ്പോൾ അതിനെ പൊക്കിയെടുത്ത് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് പിന്നെ കിളിക്കില്ല അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഇല്ല എന്ന സന്ദേശം നമ്മൾ കൊടുക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. മാറ്റം വരും എന്ന് വിശ്വസിക്കുക, എന്നിട്ട് അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഇതൊരു പ്രശ്നമല്ല, ഇതൊരു പ്രോസസ്സാണ്. നിങ്ങളത് കൃത്യതയോടെ ചെയ്യുക. നിങ്ങളൊരു ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് അത് വരുമോ ഇല്ലയോ എന്ന് ഭയക്കാത്ത മനസ്സുണ്ടല്ലോ, അതായത് വിശ്വാസമാണ് അവിടെ അല്ലേ? നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിലേക്ക് അത് വരും. ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി വേണം നമ്മൾ യൂണിവേഴ്സിലേക്ക് നമ്മുടെ ഒരു ആഗ്രഹത്തിനെ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനെ സെൻഡ് ചെയ്തതിന് ശേഷം കാത്തിരിക്കാനായിട്ട്. ജീവിതം മാറാൻ നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി, അതായത് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം കളയുകയാണെങ്കിൽ മാത്രമേ മറ്റൊന്ന് പിടിക്കാൻ സാധിക്കൂ അല്ലേ? അതുപോലെ പഴയ വിശ്വാസങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. അപ്പോൾ പുതിയ മാറ്റങ്ങൾ നിങ്ങളെ തേടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയത്നങ്ങളിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിലൊരു മാറ്റം വേണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മളെ ഒന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് പഠിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കാൻ ഒരിച്ചിരി സമയം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അല്ലേ? അപ്പോൾ അതിന് തയ്യാറാകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.